വാഗമൺ കുരിശുമലയിൽ 40-ാം വെള്ളി ദുഃഖവെള്ളി ആചരണവും പുതുഞായർ തിരുനാളും നടക്കും. പാലാ രൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് കണിയോടിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 27-ാം തീയതി പുതുഞായർ ദിനത്തിൽ പാലാ രൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കും. വാഗമൺ കുരിശുമലയിൽ 40-ാം വെള്ളി ആചരണം, ദുഃഖവെള്ളി ആചരണം, പുതുഞായർ തിരുനാൾ എന്നിവ 11, 18, 27 തീയതികളായി നടക്കും. 11 രാവിലെ 9 പാലാ രൂപതയിലെ അടിവാരം വെള്ളിക്കുളം ഇടവകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയും 10:30 മലമുകളിലെ പള്ളിയിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണവും നടക്കും. പാലാ രൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് കണിയോടിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 18 ദുഃഖവെള്ളി ദിനത്തിൽ രാവിലെ 6 മണി മുതൽ നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും. മലയടിവാരത്തുള്ള പള്ളിയിൽ രാവിലെ 7:30 തിരുക്കർമ്മങ്ങൾ നടക്കും. തുടർന്ന് 9 കുരിശിന്റെ വഴിക്ക് ഫാദർ തോമസ് മണ്ടൂർ കാർമ്മികത്വം വഹിക്കും. 25 വൈകിട്ട് 5:30 പുതുഞായർ തിരുനാൾ കൊടിയേറ്റ് കുർബാന എന്നിവ നടക്കും. ഫാദർ സെബാസ്റ്റ്യൻ മാപ്രക്കാരോട്ട് നേതൃത്വം നൽകും. 27 പുതുഞായർ ദിനത്തിൽ രാവിലെ 6:30 കുർബാന ഫാദർ പോൾ ചിറപ്പുറത്ത്, 8:30 വിശുദ്ധ കുർബാന ഫാദർ മാത്യു കാടങ്കാവിൽ എന്നിവർ നിർവഹിക്കും. 10 ആഘോഷമായ വിശുദ്ധ കുർബാന രൂപതാമെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിക്കും. 12 കുർബാന ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ, 2:30 ഫാദർ സെബാസ്റ്റ്യൻ എട്ടുപാറയിൽ, 4 ഫാദർ മെർവിൻ വരയൻകുന്നേൽ എന്നിവർ അർപ്പിക്കും. മറ്റ് സൗകര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഗ്രൗണ്ടിൽ നമുക്ക് കഴിഞ്ഞ വർഷം കൂടുതൽ ഗ്രൗണ്ടുകൾ നിർമ്മിച്ചിരുന്നു. ഈ വർഷം അതിലും കൂടുതലായിട്ട് 2 വലിയ ഗ്രൗണ്ടുകൾ കൂടി നിർമ്മിച്ചിട്ടുണ്ട്. പാർക്കിങ്ങിനായിട്ട് ഗ്രൗണ്ടിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മലമുകളിലും മലയടിവാരത്തിലും ടോയ്ലറ്റ് സൗകര്യങ്ങൾ, കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങൾ, ചെറുകളികളുടെ സ്റ്റാളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ കുരിശുമലയിലെ സെന്റ് തോമസ് പിൽഗ്രീം സർവീസ് സെന്റർ എന്ന് പറയുന്ന ഒരു 5 ബാത്ത് അറ്റാച്ച്ഡ് മുറികളുള്ള ഒരു കെട്ടിടം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ദുഃഖവെള്ളി പുതുഞായർ ദിവസങ്ങളിലൊക്കെ വരുന്ന വോളണ്ടിയേഴ്സിനും അതുപോലെ മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഡോർമെറ്ററി പോലെ നിർമ്മിച്ചിരിക്കുന്ന മുറികളാണ്. അപ്പോൾ മറ്റു ദിവസങ്ങളിലും തീർത്ഥാടകരായിട്ട് വരുന്നവർക്കും ടൂറിസ്റ്റുകൾക്കും പ്രഷപ്പിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ഈ കെട്ടിടത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ രാത്രിയിൽ കുരിശുമല കയറുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം വരെ 40-ാം വെള്ളി മുതലാണ് നമ്മൾ ലൈറ്റ് സൗകര്യം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വർഷം മുതൽ രാത്രി കുരിശുമല കയറുന്നുള്ള ലൈറ്റ് സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് വേണ്ട ശുചിമുറികൾ, കുടിവെള്ളം, വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുമുണ്ട്. വാഹന പാർക്കിങ്ങിനായി പുതിയതായി നിർമ്മിച്ച 2 ഗ്രൗണ്ടുകൾ കൂടിയുണ്ട്. കൂടാതെ പ്രത്യേക ബസ് സർവീസുകളും സജ്ജമാണ്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ആന്റണി വാടയിൽ, സോണി വെളിയത്ത്, ജോയിസ് കൊച്ചുമടത്തിൽ, സ്റ്റീഫൻ ശിവാഭവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.